കൃഷ്ണൻ പോലും പറയുന്നതാണ്, ഇതൊന്നും ഇല്ലടോ, എടോ എനിക്ക് അർജുന, എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന. എനിക്ക് 3 ലോകത്തും ഒന്നും ചെയ്യാനില്ല അർജുന. ഗീതയാണ്. എന്താ കാര്യം? ഇതാ ഞാൻ മാത്രമേ ഉള്ളൂ. എത്രയിടത്ത് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. ഇവിടെ ലോകവുമില്ല, ധർമ്മവുമില്ല, ഒന്നുമില്ല. എനിക്ക് നല്ലവണ്ണം അറിയാം. അഹമാത്മാവുടാകേശ സർവഭൂതാശയസ്ഥിത. ഞാൻ എല്ലാവരുടെയും സ്വരൂപമായി വർത്തിക്കുന്നു. അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്തയേവച്ച. ഞാനാണ് തുടക്കം, ഞാനാണ് മധ്യം, ഞാനാണ് ഒടുക്കം ഈ ജഗത്തിന്റെ. ഈ കൃഷ്ണൻ എത്രയിടത്ത് പറഞ്ഞു. എന്നിട്ടാണ് പറയുന്നത് എനിക്ക് 3 ലോകത്തും ഒന്നും ചെയ്യാനില്ല. അപ്പൊ കൃഷ്ണ, നിനക്ക് 3 ലോകമുണ്ടെന്ന് നിനക്ക് തോന്നുന്നു. അതുകൊണ്ട് അന്ന് എന്നോട് പറയുന്നു എനിക്ക് 3 ലോകത്തും ഒന്നും ചെയ്യാനില്ല. എനിക്ക് ലോകമില്ല, എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന അനവാപ്തം അവാപ്തവ്യം. എനിക്കിവിടെ ഇനി ഒന്നും കിട്ടാനില്ല, ആകെ ഞാൻ മാത്രം. ഞാനോ ആനന്ദഘനം, സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. എനിക്കിനി എന്ത് കിട്ടാനാണ്? ഞാൻ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഇനി കർമ്മം ചെയ്യണോ? നാനവാപ്തം അവാപ്തവ്യം വർത്തയേവച്ച കർമ്മണി. എങ്കിലും ഞാൻ കർമ്മത്തിൽ വർത്തിക്കുന്നു. ആരുടെ ദൃഷ്ടിയിൽ? നിന്റെ ദൃഷ്ടിയിൽ. എന്റെ ദൃഷ്ടിയിൽ ഇല്ലാത്ത കർമ്മത്തിൽ ഞാൻ എന്ത് വർത്തിക്കാനാണ്? അവിടെയൊക്കെ വളരെ ശ്രദ്ധിച്ച് കൃഷ്ണൻ പറയുന്ന വാക്കുകൾ മനസ്സിലാക്കണം. 3 ലോകത്ത് എനിക്കൊന്നും ചെയ്യാനില്ല, ഒന്നും കിട്ടാനില്ല, എങ്കിലും ഞാൻ കർമ്മത്തിൽ വർത്തിക്കുന്നു എന്ന് പറയുന്നതിന് അർത്ഥം എന്താ? അപ്പൊ ഇത് പരസ്പര വിരുദ്ധമല്ലേ? അല്ല. അതായത് ഇതറിഞ്ഞുകൊണ്ട് വ്യവഹാരം, ഭ്രമം, ആ വ്യവഹാരം ശരീരം ഇരിക്കുന്നിടത്തോളം ഇങ്ങനെയൊക്കെ വ്യവഹരിക്കുന്നു. വർത്തയെ വെച്ച കർമ്മണി, ഇതാ നിന്റെ തേര് കളിക്കുന്നു. വണ്ടിക്കാരന്റെ ജോലി മോശമായ ഒരു കർമ്മമാണ്, എങ്കിലും നിനക്ക് വേണ്ടി ഞാൻ ഇതാ തേര് തെളിക്കുന്നു. എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് വെച്ചാൽ ഞാൻ തേര് തെളിക്കുന്നെങ്കിലും തേര് തെളിക്കുന്നില്ല. ഞാൻ ജനിച്ചതായി നിനക്ക് തോന്നുന്നെങ്കിലും ഞാൻ ജനിച്ചിട്ടില്ല. മായ കൊണ്ട് നിനക്കങ്ങനെയൊക്കെ തോന്നുന്നു. നീയും ഞാനും ഒന്ന് തന്നെ. വിഭൂതി യോഗത്തിൽ ആവർത്തിച്ചു പറയുന്നു, അർജുന, എന്റെ വിഭൂതിയാണ് നീ, എന്റെ വിഭൂതിയാണ്. വൃഷ്ണികളിൽ കൃഷ്ണൻ എന്റെ വിഭൂതിയാണ്. കൃഷ്ണനാണ് ഈ പറയുന്നത്. ആ 10ാം അധ്യായം വായിച്ചു നോക്കുക. വൃഷ്ണികളിൽ വെച്ച് കൃഷ്ണനാണ് വിഭൂതി, പാണ്ഡവന്മാരിൽ വെച്ച് അർജുനനാണ് എന്റെ വിഭൂതി എന്ന് പറഞ്ഞാൽ അത് ഇതെല്ലാം ഒരുമാതിരി പരസ്പര വിരുദ്ധമാണ്. അപ്പോ ശ്രദ്ധിച്ചു വേണം ഗീത പോലും മനസ്സിലാക്കാൻ. അല്ലാതെ ഞാൻ 18 അധ്യായവും കാണാതെ പഠിച്ചിട്ട് ഒരു രക്ഷയും ഇല്ല. ഞാൻ പറയാം, എത്ര അധ്യായം കാണാതെ പഠിക്കുകയോ കാണാതെ പഠിക്കാതിരിക്കുകയോ ചെയ്യുക, ഈ സത്യം, ശാസ്ത്രീയമായ സത്യം കൂടി ഉൾക്കൊള്ളുക. ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ, പലതില്ല.